ഹലോ ഗായ്സ്, അപ്പോൾ ഒരു കോളേജ് മിനി വ്ളോഗ് നോക്കാം കേട്ടോ. ഈ അടുത്തേക്കുന്ന വാഴയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്ന്. അപ്പോൾ നമ്മൾ ഗിഫ്റ്റിൻ്റെ ആദ്യപടി എന്നുള്ള നിലയിൽ ഒരു ഡയറി മിൽക്ക് കൊടുക്കുകയാണ്. സത്യത്തിൽ നമ്മളിത് ഒരുപാട് നേരത്തെ കൊടുത്തതാണ്, പക്ഷേ വീഡിയോ എടുക്കാൻ മറന്നുകൊണ്ട് ഒന്നുകൂടെ എക്സ്പ്രഷൻ വാരി വിതറാൻ പറഞ്ഞതാണ്. നമ്മൾ എക്സ്പ്രഷൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത് നമ്മൾ ക്ലാസ്സിൽ വന്നപ്പം അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് കൊടുത്തത്. വേറെ ഒന്നുമല്ല, ചീനിവറ്റിൽ. നമ്മളതിൽ നിന്ന് ഒരെണ്ണം എടുത്തപ്പോൾ ഉള്ള ഒരു എക്സ്പ്രഷനാണ് അവളെ കണ്ടത്. വേണമെങ്കിൽ അവളുടെ പാൽ സ്വത്ത് വെച്ച് അവൾ തരുമായിരിക്കും. ഈ ചീനിവറ്റിൽ എടുത്തു കഴിഞ്ഞാൽ അവൾ നമ്മളെ പൂളും. പിന്നെ നമ്മൾ രണ്ടാമത്തെ ഗിഫ്റ്റ്, അതായത് നമ്മുടെ മെയിൻ ഗിഫ്റ്റ് അവൾക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൾക്ക് യൂസ്ഫുള്ളായിട്ട് ഒരു പറ്റുന്ന ഒരു സാധനമാണ്. പ്രെഡിക്റ്റ് ചെയ്യാൻ പറഞ്ഞു. പ്രെഡിക്റ്റ് ചെയ്യുന്ന രംഗങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഗെസ് ബാഗ് കണ്ടോ? ഇല്ല. സംഭവം അവൾ പറഞ്ഞ കണക്ക് തന്നെ ബാഗായിരുന്നു കേട്ടോ. നമ്മൾ ബാഗാണ് മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു കുഞ്ഞു കുട്ടി ഒരു കോളേജിൽ യൂസ് ചെയ്യാൻ പറ്റണ ഒരു ബാഗാണ് മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കണ്ടിട്ട് കൈ അടിച്ചൊക്കെ ആഘോഷിക്കുന്നു. ഈ എൻ്റെ പൊന്നി എന്തൊരു കൊച്ചെന്തോ. അങ്ങനെ അത് ഇഷ്ടപ്പെട്ട്. കാരണം അവൾ അങ്ങനെയൊക്കെയാണ് സന്തോഷങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഇപ്പോൾ ആ കൊച്ച്. പിന്നെ ബാഗ് നിന്നുകൊണ്ടിട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ ഉള്ള രീതിയിലാണ് അവൾ നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ അടുത്തിരുന്നവൾ അവൾക്ക് ലെറ്റർ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൾ അതിരുന്ന് വായിച്ച് സന്തോഷപുളകിതയാവുമായിരുന്നു വിത്ത് ചീനിവറ്റിൽ. പിന്നെ ബാഗും ചീനിവറ്റിലും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഓരോ മൊണാൾട്ടുകളും പട്ടിഷോകളുമായിരുന്നു ഉള്ള വക. പിന്നെ നമ്മൾ അത് കുറച്ച് നേരം കണ്ടുകൊണ്ടിരുന്നത്. പാവമില്ലേ, നമ്മളെന്തെങ്കിലും പറയാൻ പറ്റും, ബർത്ത്ഡേകളായിപ്പോയില്ലേ. പിന്നെ അവസാനം അവൾക്ക് ഡ്രസ്സ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കടയിൽ കയറിയായിരുന്നു. അവിടെ ഒരു തേങ്ങയില്ലായിരുന്നു. നമുക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അവൾക്കതൊന്ന് വിഷമമായി. പിന്നെ നമ്മൾ ആ വിഷമം തീർക്കാൻ വേണ്ടി നേരെ ഐസ് ബേ വന്നിട്ട് കുറച്ച് ഐസൊക്കെ വാരി തിന്ന്. ഞാനൊരു ഓറഞ്ച് ഐസ് എടുത്ത് തിന്നതാണ്. നാക്ക് കണ്ടോ, കരിങ്കാളെ കണക്കായി കളഞ്ഞ്. ചുമപ്പായിരുന്നെങ്കിൽ എറിച്ചേനെ. പിന്നെ നേരെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഒടുക്കത്തെ കാറ്റും മഴയും ശുഭം. അപ്പം അത്രേ ഉള്ളൂ. ടാറ്റാ.